നമസ്കാരം, എൻ്റെ പേര് രാഹുൽ എന്നാണ്. IPL ബയോളജിക്കൽസ് എന്നാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ബയോളജിക്കൽ ഫെർട്ടിലൈസർ അല്ലെ നമുക്ക് ജീവാണുപരമായിട്ട് എങ്ങനെ നമുക്ക് കീടങ്ങളെയും രോഗങ്ങളെയും എങ്ങനെ ചെറുക്കാൻ പറ്റും, ആ ചെറുക്കുന്ന സാധനങ്ങളെ എങ്ങനെ നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് വാങ്ങാൻ പറ്റും. നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്തും നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പേര് കാര്യങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ബയോളജിക്കൽ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ബയോളജിക്കലിൻ്റെ അകത്ത് എന്താണ് നമ്മളുടെ കണ്ടൻറ്റ്, അത് നമ്മളുടെ ബോട്ടിലിൻ്റെ മേലെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഉറപ്പ് വരുത്തണം. നമ്മൾ ബയോളജിക്കലാണ്, അതായത് ജീവാണുവാണ് വാങ്ങുന്നതെങ്കിൽ ഈ ജീവാണുവിൻ്റെ അകത്ത് നമുക്ക് ഒന്നുകിൽ ബാക്ടീരിയ ആയിട്ടുള്ളതോ അല്ലെ ഫംഗസ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഘടകങ്ങളായിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മിൽഡൗൺ എന്ന് പറയുന്ന IPLൻ്റെ പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് നമുക്ക് വരുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് ബാസിലസ് സബ്സ്റ്റിലിൻസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് നമ്മളുടെ ഇപ്പം കേരള ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മൈക്രോബിയലായിട്ട് പ്രഖ്യാപിച്ച മൈക്രോബ്സ് ആണ് നമ്മുടെ ബാസിലസ് സബ്സ്റ്റിലിൻസ് എന്ന് പറയുന്നത്. നമ്മൾ അഗ്രികൾച്ചറിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൈക്രോബ്സ് ആണ്. നമ്മുടെ ചെടികളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഒക്കത്തിനും നമുക്ക് വേണ്ട ഒരു മൈക്രോബിയൽ ആയതുകൊണ്ടാണ് കേരള ഗവൺമെൻറ് ഇതിനെപ്പറ്റി ഇത്രയ്ക്ക് ഫോക്കസ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്ട്രെയിനെ തന്നെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇന്നിപ്പോൾ കാണിച്ചു തരുന്നത്. ആ സ്ട്രെയിനിൻ്റെ 2% AS, അതായത് നമുക്ക് നമ്മുടെ എന്താ പറയുക ലിക്വിഡ് ഫോമിലുള്ള 2% ആയിട്ടുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രെയിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു അതായത് നമ്മുടെ ഈ ഒരു ബാസിലസ് സബ്സ്റ്റിലിൻസിൻ്റെ മിൽഡോൺ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ അതായത് 1 ml അല്ലെങ്കിൽ 1 gram എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് CFU കൗണ്ട്, കോളനി ഫോമിംഗ് യൂണിറ്റ് എന്നുള്ളത് എത്രയാണെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് പല കമ്പനികളും രേഖപ്പെടുത്തും, ചില കമ്പനികൾ രേഖപ്പെടുത്താതെ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും ശരി നമ്മൾ ഇത് അറിയാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് നമ്മളുടെ ഇന്ത്യയിൽ ഇത് അറിയണം, നമ്മളുടെ പാക്കിങ്ങിനുള്ളത് നമ്മളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു CFU കൗണ്ട് നമ്മളുടെ ഈ ബോട്ടിലിൻ്റെ മേലെ നമ്മൾ കാണിച്ചിരിക്കണം. അതുകൂടാതെ സ്ട്രെയിൻ നമ്പർ, നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയയുടെ സ്ട്രെയിൻ നമ്പർ നമ്മൾ വായിൽ പറഞ്ഞാൽ പോരാലോ. അപ്പോൾ ആ ഒരു സ്ട്രെയിൻ നമ്പർ എവിടെ നിന്നാണ് നമ്മളുടെ കമ്പനി വാങ്ങിച്ചത്, അല്ലെങ്കിൽ കമ്പനി എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്, എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്നൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള സ്ട്രെയിൻ നമ്പർ നമ്മളുടെ ഇതിൻ്റെ അകത്ത് നമ്മളുടെ ബോട്ടിലിൻ്റെ അകത്ത് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. അത് നമ്മൾ താഴെ കാണണം. ഇതൊന്നും കൂടാതെ നമ്മൾ ഈ പറയുന്ന സ്ട്രെയിനൊക്കെ ജീനോമിക് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ ഇതിൻ്റെ അകത്തൊക്കെ പ്രോട്ടീൻ സീക്വൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ജീനോമിക് സർട്ടിഫിക്കറ്റ് ഉള്ളതിന് വേണ്ടത് അസഷൻ നമ്പറാണ്. ഈ അസഷൻ നമ്പർ നമുക്ക് എന്താണ്, നമ്മുടെ ഈ ബാക്ടീരിയൻ്റെ അസഷൻ നമ്പർ എന്താണ്, ആ അസഷൻ നമ്പർ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മേലെ കാണിച്ചിരിക്കണം എന്നുള്ളതും ബയോ ഫെർട്ടിലൈസറിൻ്റെ ബോട്ടിലിൻ്റെ മേലെ കാണിച്ചിരിക്കണം എന്നുള്ള റൂളാണ്. അപ്പം അത് നമ്മളുടെ ബോട്ടിലിൻ്റെ മേലെ കാണിച്ചിരിക്കണം. അപ്പോൾ IPLൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കാൻ പറ്റും. ഇതൊന്നും കൂടാതെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും, നമുക്ക് എന്താ പറയുക എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റൂലേ എന്നുള്ള രീതിയിലാണ് എങ്കിൽ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ് CIR രജിസ്ട്രേഷൻ. നമ്മുടെ CIR രജിസ്ട്രേഷൻ ഇത് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ഈ CIR രജിസ്ട്രേഷൻ നമ്മളുടെ ബോട്ടിലിൻ്റെ മേലെ ഉള്ളതാണോ നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു അസഷൻ നമ്പറിൻ്റെ കൂടാതെ തന്നെ CIRൻ്റെ രജിസ്ട്രേഷനും നമ്മുടെ ബോട്ടിലിൻ്റെ പിൻഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കണം. അതുകൂടാതെ മാനുഫാക്ചറിങ് ഡേറ്റ്, ബാച്ച് നമ്പർ, മാനുഫാക്ചറിങ് ഡേറ്റ്, പിന്നെ നമ്മുടെ എന്നാണ് മാനുഫാക്ചറിങ് ഡേറ്റ്, അതിൻ്റെ എക്സ്പയർ ഡേറ്റ്, എന്നത്തേക്കാണ് നമുക്ക് കഴിയുക എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ബോട്ടിലിൻ്റെ മേലെ കൊടുത്തിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ വാങ്ങിക്കുന്ന ബോട്ടിൽ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ബോട്ടിൽ എന്ന് പറയുന്നത് ജീവാണുവിൻ്റെ ബോട്ടിലൊക്കെ ആണ് എങ്കിൽ 1 ലിറ്ററിൻ്റെ മേലോട്ട് നമുക്ക് ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് കുറവുള്ളതായിരിക്കണം. ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ പാറ്റൻറ്റ്, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ. ഇപ്പം ഞാനിപ്പോൾ IPLൻ്റെ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ IPLൻ്റെ കാര്യം പറയാം. IPLൻ്റെ പിന്നെ IMOയുടെ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ഇൻഡോസെർട്ടിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബോട്ടിലിൻ്റെ മേലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ തന്നെ IPLൻ്റെ മാത്രം പാറ്റൻ ടെക്നോളജി ആയിട്ടുള്ള മൈക്രോബോട്ട് ടെക്നോളജി ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്യാൻ വിത്തൗട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ്റെ അകത്ത് നമ്മളുടെ അസെപ്റ്റിക് കണ്ടീഷൻ്റെ അകത്ത്, അതായത് വേറൊരു പിന്നെ ഒരു ഫോറിൻ ബോഡിയും കൂടി ചേരാതെ, അതായത് വേറൊരു കണം ഇതിൻ്റെ അകത്ത് ചേരാതെ, ബാക്ടീരിയ ഒന്നും ചേരാതെ പ്യുവറായിട്ടുള്ള ബാസിലസ് സബ്സ്റ്റിലിൻസ് മാത്രമായിട്ടുള്ളൊരു പാക്കിംഗ് ആണ് എന്നുള്ളത് നമ്മളുടെ പ്രൊഡക്ഷൻ തൊട്ട് അവസാനം വരെ ഈ ഒരു ജെന്യൂനിറ്റി കൊണ്ടുവരുന്നതിന് കമ്പനിക്ക് കിട്ടിയ മാത്രമായിട്ടുള്ളൊരു പാറ്റൻ ടെക്നോളജിയാണ് ഈ മൈക്രോബോട്ട് എന്നുള്ളത്. ഇങ്ങനെ അടങ്ങിയിട്ടുള്ളതാണ് IPLൻ്റെ എന്താ പറയുക ജീവാണു വളങ്ങളായാലും ശരി, ജീവാണു ആയിട്ടുള്ള നമ്മുടെ പിന്നെ നമ്മുടെ എന്താ പറയുക പെസ്റ്റിസൈഡ് ആയാലും ശരി, IPLൻ്റെ ബയോ പെസ്റ്റിസൈഡ് ആയാലും ശരി, ഫംജിസൈഡ് ആയാലും ശരി, ഒക്കെ ഇത് അടങ്ങിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി അടുത്ത നിങ്ങൾ ഇതിൻ്റെ അത് വഞ്ചിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബയോളജിക്കലിൻ്റെ കൂടെ തന്നെ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന വേറൊരു സാധനമാണ് ബയോ സ്റ്റിമുലൻസ്. ചില ആൾക്കാർ ബയോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബയോ സ്റ്റിമുലൻസ് നമുക്ക് സെയിൽ ചെയ്യാറുണ്ട്.
എന്താണ് ബയോ സ്റ്റിമുലൻസ്, എന്താണ് ബയോ ഫെർട്ടിലൈസർ, രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ ജീവാണുക്കൾ ചേർന്നിട്ട് നമ്മളുടെ നൈട്രജനെ നമുക്ക് ഫിക്സ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫോസ്ഫറസിനെ സോലിബിലൈസ് ചെയ്യുന്നത്, പൊട്ടാഷിനെയൊക്കെ നമുക്ക് മൊബിലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, നമ്മളെ മൈക്രോ ന്യൂട്രിയൻസിനൊക്കെ സോലിബിലൈസിങ് മൊബിലൈസിങ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർ ചേർന്നുകൊണ്ടുള്ള കൺസോർഷ്യം അല്ലെങ്കിൽ നേരിട്ടുള്ള ആയിരിക്കണം നമ്മളുടെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. സ്റ്റിമുലൻസിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഹ്യൂമിക് ആസിഡ്, അതേപോലെ തന്നെ ഫൽവിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, സക്സീലിക് ആസിഡ്, മാലിക് ആസിഡ്, അതിൻ്റെ കൂടെ തന്നെ അമിനോ ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റമിൻസ്, ഈ സാധനങ്ങളൊക്കെ ചേർന്നതും, അതേപോലെ തന്നെ നമുക്ക് ന്യൂട്രിയൻസ് ആയിട്ട് വരുന്ന NPK, നമ്മളുടെ മേജർ ന്യൂട്രിയൻസ്, അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിനകത്ത് സിങ്ക്, കോപ്പർ, സിങ്ക്, മാഗ്നീസിയം, ബോറോൺ, അയൺ, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ചേർന്നിട്ടുള്ള ഓർഗാനിക് സോഴ്സോട് കൂടി ചേർന്ന് കൊണ്ടുവരുന്ന ഐറ്റംസിനെയാണ് നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു എന്താ പറയുക സ്റ്റിമുലൻസ് ഗ്രൂപ്പിൻ്റെ അകത്ത് സാധാരണഗതിയിൽ ബയോളജിക്കലായിട്ട് അല്ലെങ്കിൽ ബയോളജിക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിറ്റുകൊണ്ടിരിക്കുന്നത്.